അമേരിക്കയ്ക്ക് സോവിയറ്റ് യൂണിയന്റെ മിൽ MI-25 ഹൈൻഡ് എന്ന അക്കാലത്തെ ഏറ്റവും അഡ്വാൻസ്ഡായ ഹെലികോപ്റ്റർ ചാഡ് എന്ന ആഫ്രിക്കൻ രാജ്യത്തിന്റെ മരുഭൂമിയിൽ നിന്ന് അടിച്ചു മാറ്റുന്നു. ഉവാദി ഡോമിൽ കിടക്കുന്ന ഹെലികോപ്റ്റർ എടുക്കാനുള്ള അനുമതി അമേരിക്കയ്ക്ക് ചാഡ് നൽകുന്നു. ലിബിയൻ ആർമി ചാഡിൽ കിടക്കുന്ന വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു ഇന്റർനാഷണൽ മോഷണം ചാഡിന്റെ മരുഭൂമിയിൽ നടക്കാൻ പോകുന്നു. വളരെ ഫേമസ് ആയ ഈ ഒരു ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ മൗണ്ട് ഹോപ്പ് 3. വാ, ലിബിയൻ പ്രസിഡന്റ് ഗദ്ദാഫി ആയിരുന്നു 1969 മുതൽ 2011 വരെ ലിബിയ ഭരിച്ചിരുന്നത്. ലിബിയയുടെ അടുത്ത അയൽരാജ്യമായിരുന്നു ചാഡ്. ഈ രണ്ട് രാജ്യങ്ങൾക്കിടയിലും അതിർത്തി പ്രശ്നങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. സ്വതന്ത്ര രാജ്യ പദവിക്ക് മുൻപ് ഫ്രാൻസിന്റെ കോളനിയായിരുന്നു ചാഡ്. ഈ ചാഡിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഗദ്ദാഫിയുടെ വരവോടുകൂടി ചാഡിന്റെ പ്രദേശങ്ങൾ ലിബിയൻ സൈന്യം പതിയെ പതിയെ പിടിച്ചെടുക്കുന്നു. ചാഡിലെ ആഭ്യന്തര യുദ്ധത്തിൽ പങ്കാളികളായ വിമത സൈന്യവും ലിബിയക്കൊപ്പം ചേരുന്നു. ഒടുവിൽ ചാഡിലെ മുക്കാൽ പ്രദേശവും ലിബിയയും വിമതരും കൈയടക്കുന്ന ഘട്ടത്തിൽ ഫ്രാൻസിന്റെ സഹായത്തോടെ ചാഡിയൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുന്നു. 1978 മുതൽ 1987 വരെ 9 വർഷം നീണ്ട യുദ്ധത്തിൽ ലിബിയൻ സൈന്യം പിന്തിരിയുന്നു. 1986 മുതൽ 1987 വരെ നടന്ന ഗ്രേറ്റ് ടൊയോട്ട വാർ എന്നറിയപ്പെട്ട വളരെ ഫേമസ് ആയ യുദ്ധമാണ് ലിബിയൻ സൈന്യം ചാഡിൽ നിന്ന് പിന്തിരിയാൻ കാരണമായത്. പിടിച്ചെടുത്ത വടക്കൻ ചാഡിൽ നിന്ന് പിന്തിരിഞ്ഞോടുന്ന ലിബിയൻ സൈന്യത്തിന് വലിയ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഏകദേശം $1.5 മില്യൺ മൂല്യമുള്ള സൈനിക സാമഗ്രികൾ നശിപ്പിക്കപ്പെടുകയോ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്തു. ആ കൂട്ടത്തിൽ തകർന്ന വിമാനങ്ങൾ, ടാങ്കുകൾ, വാഹനങ്ങൾ, ഹെലികോപ്റ്ററുകൾ തുടങ്ങിയ എല്ലാവിധ യുദ്ധസാമഗ്രികളും ഉണ്ടായിരുന്നു. ചാഡിലെ ഉവാഡി ഡൂം എന്ന പ്രദേശത്ത് ലിബിയൻ സൈന്യം നിർമ്മിച്ച ഒരു സൈനിക വിമാനത്താവളം ഉണ്ടായിരുന്നു. ആ വിമാനത്താവളം ശക്തമായ ആക്രമണത്തിലൂടെ ചാഡിയൻ സൈന്യം തിരിച്ചു പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ലിബിയൻ സൈന്യം വിമാനത്താവളത്തിൽ നിന്ന് ഓടിയൊളിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന യുദ്ധോപകരണങ്ങളുടെ കൂട്ടത്തിൽ അമേരിക്കയുടെ ഉറക്കം കെടുത്തിയ ഒരു ഹെലികോപ്റ്റർ കൂടി ഉണ്ടായിരുന്നു. അക്കാലത്തെ ലോകത്തെ മികച്ച ഹെലികോപ്റ്റർ എന്ന പേര് കേട്ട മിൽ MI-25 ഹൈൻഡ് എന്ന അറ്റാക്കിംഗ് ഹെലികോപ്റ്റർ 8ഓളം സൈനികരെ വഹിക്കാനും ആക്രമിക്കാനും അത്യാധുനിക ടെക്നോളജിയും സമന്വയിപ്പിച്ച ഈ ഒരു ഹെലികോപ്റ്റർ അമേരിക്ക മോഹിച്ചു എന്ന് പറയുന്നത് തന്നെയാണ് ആ ഹെലികോപ്റ്ററിന്റെ മേന്മ. ഈ ഹെലികോപ്റ്റർ എങ്ങനെയെങ്കിലും അമേരിക്കക്ക് കൈക്കലാക്കണം. ഒടുവിൽ ചാഡിയൻ ഗവൺമെന്റുമായി നടന്ന ചർച്ചകളിൽ ഹെലികോപ്റ്റർ അമേരിക്കക്ക് കൊണ്ടുപോകാമെന്ന ധാരണയിൽ ചാഡിയൻ ഗവൺമെന്റ് ഒപ്പുവയ്ക്കുന്നു. പകരം $2 ദശലക്ഷം സ്റ്റിങ്ങർ മിസൈലുകളും ചില കരാറുകളും ചാഡിയൻ ഗവൺമെന്റിന് അമേരിക്ക നൽകുന്നു. പക്ഷേ ചാഡിലെ മരുഭൂപ്രദേശമായ ഉവാദി ധൂമിൽ നിന്ന് വിമാനം കൊണ്ടുപോകേണ്ടത് അമേരിക്കയാണ്. ഫ്രാൻസും ഈ കരാറുകളിൽ മധ്യസ്ഥത വഹിച്ചിരുന്നു. കാരണം ഉവാദി ധൂമിൽ മറ്റൊരു MI-25 ഹൈൻഡ് പാതി തകർന്ന് കിടപ്പുണ്ടായിരുന്നു. അത് ഫ്രാൻസ് നേരത്തെ സ്വന്തമാക്കിയിരുന്നു. എന്തുകൊണ്ടാണ് അമേരിക്ക ചാഡിൽ നിന്ന് ലിബിയ ഉപേക്ഷിച്ച റഷ്യൻ വിമാനങ്ങൾ മോഷ്ടിക്കാൻ ഭയപ്പെട്ടു എന്ന് ചോദിച്ചാൽ, യുദ്ധോപകരണങ്ങളുടെ വീണ്ടെടുക്കൽ ഉണ്ടാകാനിടയുള്ളതുകൊണ്ട് ഉവാദി ധൂം വിമാനത്താവളവും പരിസരവും അവിടെ കിടക്കുന്ന എല്ലാം ബോംബിട്ട് നശിപ്പിക്കാൻ സോവിയറ്റ് യൂണിയൻ ഗദ്ദാഫിക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഗദ്ദാഫിയുടെ ഉത്തരവിൽ പല സ്ഥലങ്ങളിലും ലിബിയൻ എയർഫോഴ്സ് ബോംബിംഗ് നടത്തി വരികയും ചെയ്തിരുന്നു. മാത്രമല്ല കുറച്ച് മാറി ലിബിയൻ ആർമി ഗ്രൂപ്പുകൾ പെട്രോളിംഗ് നടത്തി വരികയും ചെയ്തിരുന്നു. ഹൈൻഡ് മോഷ്ടിക്കാൻ അമേരിക്ക പദ്ധതി ഇടുന്നത് ലിബിയൻ സൈന്യമോ റഷ്യൻ ചാരന്മാരോ അറിഞ്ഞാൽ ആ നിമിഷം ഹൈൻഡ് അവിടെ തകർക്കപ്പെടുമെന്ന് അമേരിക്കക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. $8,000 കിലോഗ്രാം മേലെ ഭാരം വരുന്ന ഹൈൻഡ് കരമാർഗം എത്തിക്കുന്നത് വളരെ അപകടമാണ്. വായുമാർഗം എത്തിക്കണമെങ്കിൽ ഹൈൻഡ് ഉയർത്താൻ സാധിക്കുന്ന ശക്തമായ മറ്റൊരു ഹെലികോപ്റ്റർ കൂടിയേ തീരൂ. കാരണം തകർക്കപ്പെട്ട റൺവേയിൽ വലിയ വിമാനങ്ങൾ ഇറങ്ങുന്നത് സാധ്യമല്ല. ഒടുവിൽ അമേരിക്കയുടെ എക്കാലത്തെയും മികച്ച ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന ശക്തമായ CH-47 ചിനൂക്ക് എന്ന ഹെലികോപ്റ്റർ ദൗത്യത്തിനായി തയ്യാറെടുക്കുന്നു. ആദ്യത്തെ ആറ്റം ബോംബ് സ്ഫോടനത്തിന് സാക്ഷ്യം വഹിച്ച അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിലെ മരുഭൂമിയിലേക്ക് ചിനൂക്കുകൾ കുതിക്കുന്നു. പിന്നീട് ഹൈൻഡിന്റെ ഭാരത്തോട് തുല്യമായ ഭാരങ്ങൾ ഉയർത്തിപ്പറന്ന് ഒരുപാട് പരീക്ഷണ പറക്കലുകൾ നടത്തുന്നു. കൃത്യമായ പരിശീലനത്തിന് ശേഷം 2 CH-47 ചിനൂക്കുകൾ മിഷന് തയ്യാറെടുക്കുന്നു. ഈ ചിനൂക്കുകൾ ചാഡിലേക്ക് കൊണ്ടുപോകണം. അതിന് ശക്തമായ മറ്റൊരു വിമാനം കൂടി തീരും. അതിനുവേണ്ടി C-5 ഗാലക്സി എന്ന അമേരിക്കയുടെ വലിയ ഭാരം കൂടിയ വസ്തുക്കൾ ലോഡ് ചെയ്ത് പറക്കുന്ന വിമാനങ്ങൾ ചിനൂക്ക് കൊണ്ടുപോകാനായി തയ്യാറെടുക്കുന്നു. ഒടുവിൽ ചിനൂക്ക് ഹെലികോപ്റ്ററുകൾ ആ 2 C-5 ഗാലക്സിയിലേക്ക് കയറുകയും അവർ ചാഡിന്റെ തലസ്ഥാനമായ എൻജമേന ലക്ഷ്യമാക്കി പറക്കുന്നു. C-5 ഗാലക്സി വിമാനങ്ങൾ ചാഡിന്റെ തലസ്ഥാനത്ത് ലാൻഡ് ചെയ്യുന്നു. 160ാമത് സ്പെഷ്യൽ ഏവിയേഷൻ റെജിമെന്റ് എന്ന പേരുകെട്ട ഫോഴ്സാണ് ദൗത്യത്തിനായി എൻജമേനയിൽ നിന്ന് ഔദി ധോമിലേക്ക് പറക്കുന്നത്. അവരെ കാത്തിരിക്കുന്ന വെല്ലുവിളി ലിബിയൻ എയർഫോഴ്സാണ്. അത്തരമൊരു അറ്റാക്ക് ലിബിയൻ എയർഫോഴ്സിന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ
അമേരിക്കൻ ദൗത്യ സംഘത്തിന്റെയും ഹൈൻഡിന്റെയും സംരക്ഷണത്തിന് ഫ്രാൻസിന്റെ മിറാഷ് വിമാനങ്ങൾ ഉവാദി ഡോമിന്റെ വിമാനത്താവളത്തിന് ചുറ്റും നിരീക്ഷണം നൽകാമെന്നും അമേരിക്കയെ സഹായിക്കാമെന്നും പറയുന്നു. ഒടുവിൽ ചിനൂക്ക് വിമാനങ്ങൾ ചാഡിന്റെ തലസ്ഥാനത്ത് നിന്ന് ഉവാദി ഡോമിലേക്ക് ടെക്നീഷ്യന്മാരെയും സൈനികരെയും കൂട്ടി കുതിക്കുന്നു. രണ്ടിടങ്ങളിൽ വെച്ച് ഇന്ധനം നിറയ്ക്കാൻ അമേരിക്കയുടെ C-130 ഹെർക്കുലിസ് വിമാനങ്ങൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ രാത്രിയോടുകൂടി അവർ ഉവാദി ഡോമിൽ വന്നിറങ്ങുന്നു. വളരെ വേഗത്തിൽ ഹൈൻഡിന്റെ റോട്ടർ ബ്ലേഡുകൾ അഴിച്ചു മാറ്റണം. എന്നാലേ ചിനൂക്കിൽ എയർ ലിഫ്റ്റിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സൈനികരും ടെക്നീഷ്യന്മാരും റോട്ടർ ബ്ലേഡുകൾ അഴിക്കുന്ന പണി തുടങ്ങുന്നു. കുറച്ചകലെ ലിബിയൻ ഫോഴ്സ് പെട്രോളിംഗ് നടത്തി വരുന്നുണ്ട്. മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ റോട്ടർ ബ്ലേഡുകൾ അഴിച്ച് ചിനൂക്കിൽ കയറ്റുന്നു. ബാക്കി സൈനികരും ടെക്നീഷ്യന്മാരും അതേ ചിനൂക്കിൽ കയറുന്നു. ഹൈൻഡ് ഉയർത്തേണ്ട ചിനൂക്ക് സജ്ജമാവുന്നു. ഏത് നിമിഷവും ഒരാക്രമണം പ്രതീക്ഷിക്കുന്നതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒടുവിൽ ചിനൂക്ക് ഹൈൻഡിനെ ഉയർത്തി പറക്കാൻ തുടങ്ങുന്നു. പക്ഷേ എല്ലാം അമേരിക്ക വിചാരിച്ച പോലെ സുഖകരമായിരുന്നില്ല. വലിയൊരു അപകടം അവർക്ക് മുന്നിലുണ്ടായിരുന്നു. 1980 അമേരിക്കൻ സൈന്യം ഇറാനിലകപ്പെട്ട ബന്ദികളെ മോചിപ്പിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ് ഈഗിൾ ക്ലോ. പക്ഷേ മരുഭൂമിയിലെ ശക്തമായ കൊടുങ്കാറ്റും കാലാവസ്ഥയും കാരണം അമേരിക്കയുടെ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളും ഹെലികോപ്റ്ററുകളും അവിടെ തകർന്ന് വീഴുകയും മിഷൻ പരാജയമാവുകയും ചെയ്തിരുന്നു. ലിബിയൻ സൈന്യം കഴിഞ്ഞാൽ അമേരിക്ക ഭയപ്പെട്ടതും ഈ മരുക്കാറ്റിന് തന്നെയാണ്. ദൗത്യത്തിനിടയിൽ ഒന്നും കാണാൻ കഴിയാത്ത തരത്തിൽ ശക്തമായ പൊടിക്കാറ്റ് ഉയരുന്നു. ചിനൂക്കുകൾ കൂട്ടിയിടിക്കാതിരിക്കാൻ പരമാവധി അകലത്തിൽ ഹെലികോപ്റ്ററുകൾ അവർക്ക് പറത്തേണ്ടി വരുന്നു. ശക്തമായ കാറ്റിൽ ഹെലികോപ്റ്ററുകൾ ആടി ഉലഞ്ഞു. 80കളിലെ ഈഗിൾ ക്ലോ മിഷൻ പരാജയം അമേരിക്കയെ ലോകത്തിന് മുന്നിൽ നാണം കെടുത്തിക്കൊണ്ട് തന്നെ മരുക്കാറ്റിനെ നേരിടാൻ പരിശീലനം ലഭിച്ചവർ തന്നെയായിരുന്നു ചിനൂക്ക് പറത്തിയിരുന്നത്. ഒടുവിൽ മരുക്കാറ്റിനെ തരണം ചെയ്ത് അവർ ചാഡിന്റെ തലസ്ഥാനമായ ജമേനയിലെത്തുന്നു. പിന്നീട് C-5 ഗാലക്സികളിലേക്ക് ഹൈൻഡിനെ കയറ്റുകയും അമേരിക്കയിലേക്ക് പറക്കുകയും ചെയ്യുന്നു. രക്തച്ചൊരിച്ചിലില്ലാതെ സോവിയറ്റ് യൂണിയന്റെ ഹെലികോപ്റ്റർ മോഷ്ടിച്ച് അമേരിക്കൻ മണ്ണിലെത്തിച്ച അമേരിക്കയുടെ അഭിമാന മിഷനാണ് ഓപ്പറേഷൻ മൗണ്ട് ഹോപ്പ് 3. അന്ന് അമേരിക്ക പിടിച്ചെടുത്ത സോവിയറ്റ് യൂണിയന്റെ അഭിമാനമായ മിൽ Mi-25 ഹൈൻഡ് ബർമിംഗ്ഹാം അലബാമയിലെ സദേൺ മ്യൂസിയം ഓഫ് ലൈറ്റ്സിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു.